ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉമ്മച്ചീസ് കിച്ചൺ. നമ്മുടെ ഉമ്മച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഉമ്മ ഹായ്. ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടാവും. ഞായറാഴ്ച എല്ലാവരും കുടിക്കും. ഇപ്പൊ നമ്മുടെ ചായ കുടി കഴിഞ്ഞോ? നമ്മുടെ ചായ കുടി കഴിഞ്ഞു. അപ്പൊ നമ്മളെന്താണ് ഇന്നത്തെ പരിപാടി? ചെറിയൊരു പലഹാരം. പിന്നെ പലഹാരമൊന്നുമല്ല, ഒരു അട പോലെ. അടയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയിലൊന്നും പറഞ്ഞയിലൊന്നും അല്ല, നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അട. അപ്പൊ ഇന്ന് നമ്മളിത് ഇപ്പൊ സയാപ്പിയൊക്കെ ഒന്ന് വിശക്കെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒന്ന് റെഡിയാക്കുന്ന ഒരു സാധനമാണ്, അടയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. പൊടി 2 ഗ്ലാസ് പൊടി. അത് നമ്മള് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് 2 ഗ്ലാസ്. ശർക്കര, ശർക്കര എന്നോ ശർക്കരയും തേങ്ങ കണ്ടു. തേങ്ങ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് തേങ്ങ, ജീരകം, ശർക്കര, വെള്ളം. ഇവിടെ ഇത് ചൂടാക്കാൻ വെച്ചിരിക്കണാണ്. ഓക്കെ, ഇപ്പം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ശർക്കര ആയതുകൊണ്ട് അധികം ഉപ്പ് പാടില്ല, അല്ലെങ്കിൽ ഉപ്പ് ഇട്ടാ കഴിക്കും നമുക്ക്. ഇപ്പൊ നമ്മള് അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ശർക്കര ഇടുന്നോണ്ട് ഉപ്പ് കുറച്ചിടാനാണ് പറയണത്. നമുക്ക് തിളച്ചിട്ട് ഇനി സെറ്റാക്കിയിട്ട് കാണിക്കാം. അപ്പൊ നമ്മളിത് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും ജീരകം കൂടെ കൂടി നല്ലപോലെ കുഴച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ തരുമോ? ഞാനിത് പച്ചക്ക് ഇടുന്നു. എല്ലാവരും വെള്ളയച്ചൊക്കെ തേങ്ങ ഒക്കെ എടുക്കും. അതിൽ നല്ല നമുക്ക് ഇങ്ങനെ എടുക്കണത്. ശർക്കരയൊക്കെ താങ്ക് യു. ഇതൊന്ന് ഓഫാക്കിയിട്ട് കുഴച്ചെടുക്കാം. ചൂട് തിളച്ചുള്ളിലോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ പത്തിരിക്ക കുഴയ്ക്കുന്ന പോലെ തന്നെ നല്ല ചൂടോടുകൂടി നല്ലപോലെ തന്നെ കുഴച്ചെന്നെടുക്കാം. നമ്മുടെ മാവൊക്കെ അടിപൊളിയായിട്ട് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടയല്ലല്ലോ, എന്താ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് നമ്മുടെ ഒരു പഴയ, ഇത് എത്ര വർഷം പഴക്കമുണ്ടമ്മ? വർഷങ്ങൾ പഴക്കമുള്ള നമ്മുടെ അപ്പച്ചെമ്പാണ് അല്ലേ? അപ്പച്ചെമ്പന്നല്ലേ പറയും? നമ്മുടെ അപ്പച്ചെമ്പിൽ നമ്മള് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ഒരു ഷേപ്പിന് ഉണ്ടാക്കുക. അതിലോട്ട് നമ്മൾ ഈ കൂട്ട് വെച്ചേക്കുന്ന തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ വെക്കാം. ശർക്കരയ്ക്കും തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വലിയ, അപ്പം ഇച്ചിരി വെച്ചാൽ മതി. നമ്മൾ ഇങ്ങനെ കാണിക്കാം. ഇതിൽ വലുത് വേണമെങ്കിൽ വലുതുണ്ടാക്കാം, ചെറുത് വേണമെങ്കിൽ ചെറുതുണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക്. ഇതിങ്ങനെ പ്രസ്സിൽ ആൾക്കാർ ഉണ്ടാക്കുന്നതുണ്ട് കേട്ടോ. ഇത് കയ്യിലല്ലാണ്ട് പ്രസ്സിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ദേ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. വെന്തോമ വെന്തിട്ടുണ്ട്. എടുക്കാം. മാറി എടുക്കാനേ. ഇപ്പൊ നമ്മളിത് അടുത്ത സെറ്റ് ഇടുകയാണ്. ഇതോട് കഴിഞ്ഞോ? ഇതുകൂടെ കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കും. അപ്പൊ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് ആ ഒരു ആവിയിൽ വേവിച്ചെടുക്കുന്ന ടേസ്റ്റ്. നമ്മള് ഇതും ശരിക്കും പറഞ്ഞാൽ മറ്റേ ഉണ്ടയുടെ വേറൊരു ഷേപ്പ് ഇതല്ലേ. അപ്പൊ ഇതേ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഈവനിങ് 4 മണിക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ സൂപ്പർ സാധനമാണ്. നമ്മൾ ഉണ്ട ഉണ്ടാക്കുന്നതിന്റെ വേറൊരു രീതി തന്നെയാണ്. എന്താ പറയുക, ഇതിങ്ങനെ പരത്തി ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക.
അപ്പൊ ദേ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഈ അടയ്ക്ക് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് വാനരപ്പട ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാരും ഹായ് പറഞ്ഞേ. അപ്പൊ നമ്മുടെ ഉമ്മച്ചിസ് കിച്ചൺ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ പറ. എന്നാ തരാടാ. അപ്പൊ നോക്കിയടി. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ കുടുംബത്തിലെ കൊച്ചുമക്കള്. ഇപ്പുറത്ത് അനു, ബാദു, നിയ, ആമി, നിച്ചു, അൻസയ. ഓരോരുത്തർ പേര് വിളിക്കുമ്പോ കൈ വെക്കണമായിരുന്നു, പെട്ടെന്ന് മനസ്സിലായേ. അപ്പൊ ഇതേ നമ്മുടെ അടിപൊളി അട റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അതാണ്, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഒരു അടയാണ്. സൂപ്പർ ആയിരിക്കും. എല്ലാവരും ഈവനിങ് ഇട്ട് കൊടുക്കുക. ചായയുടെ ഒപ്പം കൊടുക്കുകയാണ്. ഇപ്പൊ ടൈം കുറച്ച് കഴിഞ്ഞു, ചായയൊക്കെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞേ.